ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, പരിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. റമദാൻ ഏറ്റവും നന്നായി പൂർത്തീകരിക്കാനും അതിൻ്റെ ആരാധനാ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇടപെടാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാകാലമാണ്. പല വാർത്തകളൊക്കെ റമദാനിനും റമദാൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് കുട്ടികളുടെ ആത്മഹത്യയെക്കുറിച്ചാണ്. അത് പല കാരണങ്ങളുണ്ട്. പല രക്ഷിതാക്കൾക്കും തങ്ങളുടെ മക്കളെയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു, വിദ്യാർത്ഥികളിൽ ഈ ആത്മഹത്യ വർദ്ധിക്കാനുള്ള കാരണമെന്ത് എന്ന ഒരു വിഷയത്തിനെക്കുറിച്ച് ആ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാനാണ് ഇൻഷാ അല്ലാഹ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബഹുമാനനായ സഹസറാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ആ ഒരു എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള ചിന്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ എങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾ എന്തൊക്കെയാണ് സാധാരണ പറയാറുള്ളത്, അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒരു മനഃശാസ്ത്രപരമായി നമുക്ക് അറിഞ്ഞാൽ നമ്മുടെ മക്കളാരും അങ്ങനെ എത്തൂല, നമുക്ക് പരിചയമുള്ള മക്കളെയൊക്കെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുമെന്നത് കൂടിയാണല്ലോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇനിയൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ സൂയിസൈഡ് ടെൻഡൻസി വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഇത് പറയുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചെറിയ, ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് നടന്ന, നമ്മുടെ അതൊക്കെ നാടിൻ്റെ പരിസരത്തുള്ളതാണ്, ഒരു വിദ്യാർത്ഥിനി അവൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അവളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ല. ആ നിക്കാഹ് കഴിഞ്ഞിട്ട് തൊട്ട് പിറ്റേ ദിവസമാണ് ഇവൾ ആത്മഹത്യ ചെയ്യുന്നത്. ഇവൾ ആത്മഹത്യ ചെയ്ത അതേ ദിവസം വൈകുന്നേരം അവളുടെ മറ്റൊരു സുഹൃത്ത് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അപ്പോൾ ആളുകൾ കണ്ടു, ഹോസ്പിറ്റലിലാക്കി. പക്ഷേ ഹോസ്പിറ്റലിൽ കഴിയുന്ന അവസരത്തിൽ തന്നെ അവൻ ആ ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെട്ട് വന്ന്, ഇനി എന്നെ ആരും കാണരുത്, ഇനി ഞാൻ ആത്മഹത്യ ശ്രമിച്ച അതിൽ നിന്നൊരിക്കലും പരാജയപ്പെടരുതെന്ന് വിചാരിച്ച് ആരാരുമില്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് വീണ്ടും ആത്മഹത്യ ചെയ്യാൻ. ഇപ്പോൾ 2 കുടുംബങ്ങൾക്കും, ഒരാൾക്ക് തൻ്റെ മകളെയാണ് നഷ്ടപ്പെട്ടത്, മറ്റൊരാൾക്ക് തൻ്റെ മകനെയാണ് നഷ്ടപ്പെട്ടത്. ഇവരൊക്കെ 18ഉം 20ഉം ഒരു 22 വയസ്സ് വിദ്യാർത്ഥികളാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇന്ന് ഒറ്റപ്പെട്ടതാണെങ്കിൽ നമുക്ക് അങ്ങനെ അവഗണിക്കായിരുന്നു. ഇനിയിപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഡിപ്രഷൻ വന്നിട്ട് മരണപ്പെടുന്ന കുട്ടികളുടെ വാർത്തകൾ നമ്മൾ വായിക്കുന്നു. എന്താണ് ഇങ്ങനെയുള്ള ആത്മഹത്യകൾ നമ്മുടെയൊക്കെ മക്കളെ ഒരു പരിഹാരമായി കണ്ട് അതിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നത്? അവിടെ ആ കുട്ടികൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അവരെ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അവിടെ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ബിസ്മില്ലാ. ആത്മഹത്യ എന്നുള്ളത് സ്വന്തം നഫ്സിനെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത, ചെയ്യാൻ പാടില്ല എന്ന് കൽപ്പിച്ച കാര്യം. എന്നാൽ സൂയിസൈഡ്, ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾ വളരുന്ന സാഹചര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് 1 മാസമൊക്കെ ആയിട്ടുണ്ടാവും, കൊണ്ടോട്ടിയിലെ ഒരു പെൺകുട്ടി, വിവാഹിതയായ ഒരു പെൺകുട്ടി, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില മോശപ്പെട്ട സംസാരങ്ങൾ കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും ആത്മഹത്യ ചെയ്തു. ആ ഒരു വിഷയം പറയുമ്പോൾ എല്ലാവരെയും അള്ളാഹു ഒരുപോലെയല്ല സൃഷ്ടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില ആളുകൾക്ക് എന്തുണ്ടാവും, വളരെ ഫീബിൾ മൈൻഡഡ് ആയിരിക്കും, വളരെ ലോലമനസ്കരായിരിക്കും. അപ്പോൾ ഈ ലോലമനസ്കത ഉണ്ടാവാനുള്ള കാരണങ്ങൾ അവരുടെ ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത്, അവരുടെ വളർച്ചയിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒരു ഫ്രസ്ട്രേറ്റഡായ ബാല്യകാലം, അതായത് സുരക്ഷിതത്വ ബോധം കിട്ടേണ്ടത് രക്ഷിതാക്കളിൽ നിന്നാണല്ലോ. അപ്പോൾ മാതാപിതാക്കൾ സുരക്ഷിതമായി സ്നേഹത്തോടു കൂടി നല്ല വാക്കുകൾ സംസാരിച്ച്, നല്ല ഭക്ഷണം നൽകി, നല്ല ഒരു അന്തരീക്ഷത്തിൽ മക്കളെ വളർത്തുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് കുട്ടികൾക്കുണ്ടാവും. നേരെ മറിച്ച് രക്ഷിതാക്കളിൽ നിന്ന് അവഗണന നേരിടുക, അവർ ശ്രദ്ധിക്കാതിരിക്കുക, അവരുടെ പഠനത്തിലോ അവരുടെ മാനസിക ആവശ്യങ്ങളിലോ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലോ ഒന്നും ശ്രദ്ധ വെക്കാതെ
അവർക്കെല്ലാറ്റിലും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, സുരക്ഷിതത്വമില്ലായ്മ അനുഭവപ്പെടുക. ഇതവർക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടാക്കും. കാരണം കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നന്നായി നടക്കേണ്ടത് മക്കളും രക്ഷിതാക്കളും തമ്മിലാണ്. ആ കമ്മ്യൂണിക്കേഷൻ അവസാനിക്കുന്നില്ലല്ലോ. ചെറുപ്പം തൊട്ട് വളർച്ചയുടെ ഉയർന്ന ഘട്ടങ്ങളിൽ വരെ പാരൻസ് മക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മക്കൾക്ക് വാപ്പയെ അല്ലെങ്കിൽ ഉമ്മനെ പേടിക്കേണ്ട ഒരവസ്ഥ വരിക. ഒരു കാര്യം തുറന്ന് പറയാൻ പറ്റാതിരിക്കുക, പേടിച്ചരണ്ട് വീട്ടിൽ ജീവിക്കുക. എന്തെങ്കിലും കാര്യം വാപ്പയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പ ആക്രമിക്കുക, മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ചില വീടുകളിലെങ്കിലും ഉണ്ട്. അപ്പോൾ ഇത് മക്കളിൽ എന്തുണ്ടാക്കും? ഒരു തരം ഡിപ്രഷൻ ഉണ്ടാക്കും. ഈ ഡിപ്രഷൻ അവർ സ്വയം ഒരു പ്രഷർ കുക്കർ പോലെ അനുഭവിക്കുകയാണ്. ചില കുട്ടികളത് ആരോടും പറയില്ല. പറയാതെ അവർക്ക് സഹിക്കുന്നതിലപ്പുറം ഈ ഒരു ടോക്സിക്കായ ഒരു സിറ്റുവേഷൻ അവരുടെ മനസ്സിനെ കാർന്ന് തിന്നും. പ്രത്യേകിച്ച് പല കാര്യങ്ങളും നമ്മൾ ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവും. ഈ അടുത്ത് ഒരു സഹോദരി, അവർ കൗൺസിലിങ്ങിന് വന്നു. അവർ പറഞ്ഞു, ഞാൻ 3 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭർത്താവിനോ മക്കൾക്കൊന്നും അറിയില്ല. കാരണം ഭർത്താവിൻ്റെ വഴിവിട്ട ലൈംഗിക ജീവിതം, മദ്യപാനം, ഇതൊക്കെ ഭാര്യ നേരിട്ട് അനുഭവിക്കുകയാണ്. എന്നാൽ ഇയാളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അയാൾ പിൻവാങ്ങുന്നില്ല, ഒരു മാറ്റവും ഇല്ല. നമസ്കാരമില്ല, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ബാക്ക്വേർഡാണ്. സാമ്പത്തികമായ സുസ്ഥിതിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഭാര്യ അവസാനം രോഗിയാവുകയാണ്. രോഗി എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിത ശൈലി കൊണ്ട് ഭാര്യ ഒരു രോഗിയാവുന്നു. അപ്പോൾ ഇവിടെ ഇതിനേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്യലാണ് എന്ന് അവൾ സ്വയം തീരുമാനിക്കുകയാണ്. കാരണം സ്വന്തം വീട്ടുകാരോട്, കുടുംബത്തോട്, ഭർത്താവിൻ്റെ കുടുംബത്തോടൊന്നും ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ല, മക്കൾ തടയാൻ പറ്റില്ല. അപ്പോൾ മക്കളെ പോറ്റുന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഒരു ഭാഗത്ത് അവൾ അനുഭവിക്കുന്നുണ്ട്. മറുഭാഗത്ത് സ്വന്തമായിട്ട് ഒന്നും ഒരു ആത്മനിയന്ത്രണത്തിൽ വരുന്നുമില്ല. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് എന്താ? ആത്മഹത്യയെക്കുറിച്ചാണ്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ അപക്വമായി ചിന്തിക്കുന്നവരാണ്, മെച്വർ തിങ്കിങ് ഉണ്ടാവില്ല. ഇപ്പോൾ SLCക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇഷ്യൂ ആണ്. കാരണം അവരുടെ ജീവിതം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് SLC പരീക്ഷ, അതിൻ്റെ മാർക്ക്. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെടും, കൂട്ടുകാരെന്നെ കളിയാക്കും, മറ്റുള്ളവരാൽ ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെടും. ഇങ്ങനെയുള്ള നെഗറ്റീവ് മാത്രം കുട്ടി ചിന്തിക്കുമ്പോൾ കുട്ടി ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകുന്നു. അപ്പോൾ ഡിപ്രഷൻ ഉണ്ടാവുക എന്നുള്ളത്, ആങ്സൈറ്റി, ഉത്കണ്ഠ ഉണ്ടാവുക എന്നുള്ളത്, അതുപോലെ തന്നെ സ്വന്തത്തെക്കുറിച്ച് അപകർഷതാബോധം ഉണ്ടാവുക. സ്വന്തത്തെക്കുറിച്ച് അപകർഷതാബോധം, ഞാൻ എവിടെ എത്തൂല, ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ചില അധ്യാപകരെങ്കിലും അല്ലെങ്കിൽ രക്ഷിതാക്കളെങ്കിലും മക്കളോട് പറയും, ഇതൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല. അതൊക്കെ ഒരു സാന്ദർഭികമായി അത്ര ഗൗരവമില്ലാതെ അവൻ്റെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ പറഞ്ഞ ഒരു വാക്കായിരിക്കും. പക്ഷേ ആ വാക്കിൽ അവന് പിടിച്ച് തൂങ്ങും. പിന്നീട് അവൻ ഓവർ തിങ്കിങ്ങിലേക്ക് പോകും, ഒരുപാട് ചിന്തിച്ച്. കാരണം പിശാച് മനുഷ്യൻ്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്ന വഴിയിലൊക്കെ പിശാചുള്ളത് കൊണ്ട് ഈ നെഗറ്റീവായി നിർദ്ദേശിക്കപ്പെട്ട ആ വാക്കിൻ്റെ പിന്നാലെ അവൻ ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. അവസാനം അവൻ്റെ ചിന്ത എത്തുന്നത്, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എല്ലാവർക്കും ഞാനൊരു ഭാരമാണ്. ഇതിനേക്കാളും ബെറ്റർ എന്താണ്? ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ്. അപ്പോൾ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരത്തിലുള്ള ആങ്സൈറ്റീസും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെയാണ്. അപ്പോൾ ആങ്സൈറ്റി ഉള്ള അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയ ഇങ്ങനെ ഒരു ആത്മഹത്യ ടെൻഡൻസി ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അപ്പം അങ്ങനത്തെ ഒരു കാര്യം അവരെ, ആ കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. അപ്പോൾ ഒരു ഇനി വേറെ റീസൺസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. റീസൺസ് ആണ് ആദ്യം നമ്മൾ കേൾക്കേണ്ടത്, എന്നിട്ട് നമുക്ക് പരിഹാരത്തിലേക്ക് പോകാം. ചില ട്രോമകൾ ഉണ്ടാവും. ട്രോമ എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡിൽ, കുട്ടിക്കാലത്ത് കുട്ടികൾക്കുണ്ടാവുന്ന ദുരന്തങ്ങൾ, മോശപ്പെട്ട അനുഭവങ്ങൾ, ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെ സെക്സ്വൽ അബ്യൂസിന് വിധേയമാകുക. അത് ഹോമോസെക്സ്വാലിറ്റി ആവാം ചിലപ്പോൾ. അപ്പോൾ അവൻ്റെ ഒരു 13-ാമത്തെ 12-ാമത്തെ വയസ്സിൽ അങ്ങനെയുള്ള ഒരു ഹോമോസെക്സ്വാലിറ്റി, സ്വവർഗരതി,
അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ കുട്ടി എട്ടും പൊട്ടും തിരിയാത്ത അല്ലെങ്കിൽ ആ ഒരു പക്വതെത്താത്ത പ്രായത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയാണ്, ഷോക്കിംഗ് ആണ്. ചിലപ്പോൾ അതിൽ പങ്കെടുക്കുന്ന വ്യക്തി മതപരമായൊക്കെ വലിയ സ്റ്റാറ്റസിലുള്ള, മാതൃക കാണിക്കുന്ന, ആളുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷേ ഷെയ്ത്താൻ അവരെ പിടിച്ചു. ഷെയ്ത്താൻ പിടിച്ചപ്പോൾ ഇവനുമായിട്ട് സെക്സ് ചെയ്തു. ഈ സെക്സ്വൽ എൻകൗണ്ടർ, ആ ഒരു അനുഭവം, ഇയാളാണല്ലോ ഇപ്പോൾ ഒരു സംവിധാനത്തിൻ്റെ, സംഘടനയുടെ, മതത്തിൻ്റെ നേതാവായി നടക്കുന്നത്. ഇതൊരാളോട് പറയാനും വയ്യ. അപ്പോൾ സ്വാഭാവികമായി കൂട്ടലും കിഴിക്കലും ഇവന് നടത്തുകയാണ്. ഇത് സ്വന്തം കുടുംബത്തോടോ മറ്റുള്ളവരോടോ ഷെയർ ചെയ്യാൻ പെടാതെ അവൻ്റെ മനസ്സിലൊരു ട്രോമയായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ മനസ്സ് ദുർബലമാവുന്ന ഒരു ഘട്ടത്തിൽ ഇതിനേക്കാളും നല്ലത് പോയി ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നവൻ ചിന്തിച്ചേക്കാം. ഒരു ഇവൻ്റ് തന്നെ അതിനോട് സബ്സിക്വൻ്റ് ആയിട്ട് മറ്റ് ഇവൻറ്റ്സ് വന്നേക്കാം. ഒരനുഭവം ഉണ്ടായി, അപ്പോൾ അത് അവൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റല്ല. ആ കാരണത്തിൽ അവൻ ആക്ഷേപിക്കപ്പെടാം, കുറ്റപ്പെടുത്തപ്പെടാം. അല്ലെങ്കിൽ ഇത്തരം കാര്യം അടുത്ത കുടുംബത്തിലെ അംഗങ്ങളോട് പറഞ്ഞാൽ പോലും നിൻ്റെ തകരാറ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താം. അല്ലെങ്കിൽ അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ന്യായീകരിക്കാം. അയാളതൊരിക്കലും ചെയ്യില്ല, അത് നീ വെറുതെ പറയാം, അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാണ്. അപ്പം 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വളരെ മതപരമായ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനിൽ നിന്ന് മോശപ്പെട്ട അനുഭവം ഉണ്ടാവുകയാണ്. അപ്പോൾ അത് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ വിഷയം വീട്ടിൽ പറയുമ്പോൾ കുട്ടിയോട് എല്ലാവരും കൂടി പറയണം, അത് നീ വെറുതെ പറയണം, അയാൾ ഒരിക്കലും ചെയ്യില്ല. പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അനുഭവം ലൈവായി ഉണ്ടായിട്ടുണ്ട്. അത് അവളുടെ മനസ്സിൻ്റെ താളം തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉമ്മക്കോ ഉപ്പക്കോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവർ കൺവിൻസ്ഡ് അല്ല, ഇതെനിക്ക് ആരോടും പറയാനും വയ്യ. അപ്പോൾ ഈ ട്രോമ ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മൾ ചോദിക്കും എന്തിനാ അത് വലിയ പ്രശ്നമാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. വിവാഹം കഴിക്കപ്പെടുന്നു, നിക്കാഹ് കഴിയുന്നു, ഭർത്താവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് സെക്സ്വൽ എൻകൗണ്ടർ, ആദ്യമായിട്ടുണ്ടായിട്ടുള്ള ഈ ലൈംഗിക ദുരനുഭവം പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു വലിയ മുറിവായിട്ടുണ്ടാവും. ഈ മുറിവ് എന്ത് ചെയ്യും? ട്രോമയാവും. അതുപോലെ ബോഡി ഷെയിം ചെയ്തു, നമ്മൾ കേട്ടില്ലേ? ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് അത്തരത്തിലുള്ള നിഷേധാത്മകമായ സംസാരങ്ങൾ ഭർത്താവിൽ നിന്ന് കേൾക്കുകയാണ്. കേൾക്കുന്നത് മുഴുവൻ അതാണ്. അത് സ്വന്തം മാതാപിതാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ കുട്ടിയുമായിട്ടുള്ള ആ ഒരു ഇൻറ്റിമസിയാണ് ഉണ്ടാക്കേണ്ടത്. നേരെ മറിച്ച് അത് ഡിസ്കണക്ട് ചെയ്യാണ്. ഞാൻ നിന്നെ ഡിവേഴ്സ് ചെയ്യും എന്ന് ഒരു കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് എത്രത്തോളം, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവുമായി ജീവിച്ചതിന് ശേഷം കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷയായി മാറിയിട്ടുള്ള ഭർത്താവ് തന്നെ തിരസ്കരിക്കുന്നു, ഇനി നിന്നോടൊപ്പം ജീവിതമില്ല എന്നുള്ള സംസാരം അദ്ദേഹത്തിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഉണ്ടാകുമ്പോൾ അതവളുടെ മാനസിക നില എന്ത് ചെയ്യും? ഡൗണാക്കും. അപ്പോൾ അത് അവൾ ഏറ്റവും അടുത്ത ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ സപ്പോർട്ടീവായി അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. പക്ഷെ അത് അവൾ പറയുന്നില്ലല്ലോ, അല്ലേ? അത് ഷെയർ ചെയ്യപ്പെടുന്നില്ല. ഇന്ന് എല്ലാവരും തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഷെയറിങ്ങും കെയറിങ്ങും നടക്കാതെ പോകുന്നുണ്ട്. ഷെയറിങ്ങും കെയറിങ്ങും നടക്കാതെ പോയാൽ സ്വാഭാവികമായി ഐസൊലേറ്റഡ് ആവുന്ന ഒരു ഘട്ടത്തിൽ, ഒറ്റപ്പെടുന്ന ഘട്ടത്തിൽ ആളുകൾ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്തേക്കാം. എല്ലാവരും നമ്മെപ്പോലെ ചിന്തിക്കണമെന്നില്ല. മനസ്സ് വീക്കായിട്ടുള്ള, മനസ്സ് വളരെ ലോലമായിട്ടുള്ള, ചെറിയ കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളായി സ്വയം കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡിലേക്ക്, സൂയിസൈഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അവിടെ അപ്പോൾ കുട്ടികൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ചില കാരണങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ രക്ഷിതാക്കൾ പ്രതികളായത് ഉണ്ട്, അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രയാസങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥിയായിക്കൊണ്ടൊരു റോളുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ഭാര്യയുടെ റോൾ നിർവഹിക്കുന്നു. അവിടെ വീട്ടിലെ ഒട്ടുമിക്ക ജോലികൾ നിർവഹിക്കേണ്ട ബാധ്യത ആ ഒരു കുട്ടിക്ക് വരുന്നു. അവസാനം ആശ്വാസവാക്ക് കിട്ടേണ്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് കുത്തുവാക്കുകളും അതുപോലെ തന്നെ പരിഹാസങ്ങളും കേൾക്കുമ്പോൾ താങ്ങാൻ സാധിക്കാതെ ലോല മനസ്സോടുകൂടിയിട്ടുള്ള ആളുകൾ ആത്മഹത്യകൾ ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ സർ, പലപ്പോഴും ചില ആളുകളെക്കുറിച്ച്, ഇപ്പോൾ കുട്ടികളെക്കുറിച്ചാണെങ്കിൽ പോലും പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. അവൻ
അത്ര ബോൾഡാണ് അല്ലേ, അത്ര സൂപ്പറാണ്. ഒരാൾക്ക് പോലും ഇന്നേ വരെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവൻ ആത്മഹത്യ ചെയ്തല്ലോ, അല്ലെങ്കിൽ എന്നിട്ടും അവൾ ആത്മഹത്യ ചെയ്തല്ലോ എന്ന് വളരെ ബോൾഡായ ചില കുട്ടികളെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ എന്താ അറിയോ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ആളുകളോട് പുഞ്ചിരിച്ച് നല്ല റാപ്പോ ബിൽഡപ്പ് ചെയ്ത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന ചില കുട്ടികളുണ്ട്, പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അവളാണോ ഇപ്പോൾ അത് ചെയ്തത്? അവളുടെ ഒരു ഫേസ് മാത്രമാണത്. ചിലപ്പോൾ അവൾ അനുഭവിക്കുന്ന സ്റ്റാർക്ക് റിയാലിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ പരുക്ക യാഥാർത്ഥ്യങ്ങൾ, തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ അവളെ അടക്കി പിടിക്കുകയാണ്. ഒരാളോടും അവൾ ഷെയർ ചെയ്യുന്നില്ല. ഈ തീവ്രമായ വേദന അവൾ അനുഭവിക്കുമ്പോഴും അവനത് സപ്രസ് ചെയ്യുന്നു. ഒരാളോടും ഷെയർ ചെയ്യുന്നില്ല. കുറേ അവൻ സപ്രസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ കൺട്രോൾ പോവും, അല്ലെങ്കിൽ അവളുടെ കൺട്രോൾ പോവും. ആ കൺട്രോൾ പോകുന്നത് എപ്പോഴാണ്? അവിടെ പൈശാചിക ഇടപെടലുണ്ട്. കാരണം ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പിശാച് പ്രത്യേകിച്ച് എന്ത് ചെയ്യും? നിസ്കരിക്കാത്ത ഒരാളാണെന്ന് വിചാരിച്ചോ, സ്വാഭാവികമായിട്ട് ഇടപെടൽ നടത്തുമല്ലോ. കാരണം ഈ ഒരു ഡിപ്രസ്ഡ് മൂഡിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാനോ ദൈവബോധം ഉണ്ടാവാനോ ഒന്നും സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഫ്രണ്ട്സും ഇല്ല എങ്കിൽ നല്ല ഗൈഡൻസ് അവിടെ കിട്ടൂല. പാരൻസ് ഇൻറ്റിമേറ്റായിട്ട് റാപ്പോ ബിൽഡപ്പ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പാരൻസ് ആണെങ്കിൽ അവൾ എന്താണ് എന്ന് പാരൻസിന് അറിയില്ല. കാരണം എല്ലാവരും അവരവരുടെ കമ്പാർട്ട്മെൻറ്റിലാണ് ഇന്ന് ജീവിക്കുന്നത് അല്ലേ. ഇപ്പോൾ പണ്ടൊക്കെ ഒരു പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ച് വിട്ടാൽ ബ്രദേഴ്സ്, ഉപ്പ, ഉമ്മ, ബന്ധുക്കളൊക്കെ പോയി സന്ദർശിക്കും, വിവരങ്ങൾ അന്വേഷിക്കും. ഇന്നിപ്പോൾ ആർക്കും നേരമില്ല. വാഹനമുണ്ട്, മൊബൈൽ ഫോണുണ്ട്, സൗകര്യങ്ങളുണ്ട്. എന്നിട്ട് പോലും ഇന്ന് ആളുകൾ പരാതിപ്പെടുന്ന എന്താ? സമയമല്ല. അപ്പോൾ എൻ്റെ ഏറ്റവും ബ്ലഡ് റിലേറ്റീവായ എൻ്റെ ബ്രദറ് എന്നെ അന്വേഷിച്ച് വന്നില്ലല്ലോ, എൻ്റെ കാര്യം അന്വേഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അവളത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവൾ വിചാരിക്കുന്നത് എന്താ? ഞാൻ അത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവനക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവില്ലേ? അവൻ അന്വേഷിക്കേണ്ടതില്ലേ? എന്നെ കെയർ ചെയ്യേണ്ടതില്ലേ? അതായത് ഇവർ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കേണ്ട ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവിടെ മിസ്സിങ് ആണ് അല്ലേ. പല കുടുംബങ്ങളും ശരിക്ക് പറഞ്ഞാൽ ചെറിയ ചെറിയ അഗ്നിപർവ്വതങ്ങളാണ്. അപ്പോൾ ഇത് എരുതിക്ക് എണ്ണ ഒഴിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ കുടുംബത്തിൽ ചില അംഗങ്ങൾ നടത്തും ചെയ്യും. അപ്പോൾ അമ്മായിമ്മമാരൊക്കെ, ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി കോളേജിൽ വരികയാണ്, പെൺകുട്ടി ഡിഗ്രി തലത്ത് പഠിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ കോളേജിൽ വരുമ്പോൾ വീട്ടിലുള്ള എല്ലാ ജോലികളും പൂർത്തീകരിച്ചിട്ടാണ് അവൾ പഠനത്തിന് വരുന്നത്. എന്നാലും അവിടെ വേറെ മെമ്പേഴ്സൊക്കെ ഉണ്ടാവും, ഒരു ജോലിക്കും പോകാത്ത അല്ലെങ്കിൽ പഠിക്കാൻ പോകാത്ത. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഈ കുട്ടി വരുന്നത് കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടിയെ പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് ഇവളോട് മോശമായിട്ട് പെരുമാറാണ്. ഇവളുടെ മനസ്സ് ലോലാണ്. വളരെ റഫ് ആൻഡ് ടഫായ അല്ലെങ്കിൽ നല്ല മാനസിക കരുത്തുള്ള ഇത്തരം സംസാരങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള പെൺകുട്ടികളുണ്ടാവും. അവരമ്മായിമ്മ പറയണേ അവിടെ പറഞ്ഞോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ നിർത്തിക്കോളും എന്നുള്ള രൂപത്തിൽ അതിനോട് പ്രതികരിക്കും. അവർക്കത് പ്രശ്നമല്ല. എന്നാൽ ചെറിയൊരു വാക്ക് തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇല്ലാതാവുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയുള്ള സംസാരം അമ്മായിമ്മ ഒരു കാഷ്വലായി പറഞ്ഞാൽ, ആ കാഷ്വലായിട്ട് ഒരു പ്രഷർ കൂടിയ സമയത്ത് അമ്മായിമ്മ പറഞ്ഞാൽ പോലും ഈ കുട്ടി വിചാരിക്കുക എന്താണ്? എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ്, എൻ്റെ നിറം കറുത്തത് കൊണ്ടാണ് ഒരു എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഈ നിറം എന്നുള്ള വലിയൊരു പ്രശ്നമായിട്ട് ഇന്ന് മാറുന്നുണ്ട്. കാരണം മീഡിയ അത് ചർവണം ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇന്ന് ഈ സൗന്ദര്യ സങ്കല്പം പണ്ടത്തെ പോലെയല്ല അല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ കേസിൽ തന്നെ എൻ്റെ നിറം മാറ്റാനുള്ള വല്ല ഔഷധങ്ങളും വല്ല മരുന്നും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും കുട്ടികൾ തയ്യാറാവുകയാണ് അല്ലേ. ഒരു നല്ല പൈസ, നല്ല ശതമാനം സാധാരണ ജോലിക്ക് പോകുന്ന കർഷകരാണെങ്കിൽ പോലും അവരുടെ വരുമാനത്തിൻ്റെ ഒരു നല്ല ശതമാനം കോസ്മെറ്റിക് മെറ്റീരിയൽസ്, ബ്യൂട്ടി മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പല വീടുകളും നമ്മൾ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവരുടെ വീടിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസാണ്. അതാണ് സ്ഥിരമായിട്ട് അവർ ഉപയോഗിക്കുന്നത് അല്ലേ. ഇതൊക്കെ ഒരു ഫാൾട്ടി കോൺഷ്യസ്നെസ് അവരിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മുഖം നല്ല സൗന്ദര്യം ഉണ്ടായാൽ, വെളുത്തിട്ടുണ്ടെങ്കിൽ അതാണ് അയാളുടെ പേഴ്സണാലിറ്റി എന്നുള്ള ഫാൾട്ടി ആയിട്ടുള്ള ഒരു സങ്കല്പം ഇവിടെ മീഡിയ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കച്ചവട തന്ത്രം മെനയുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. പക്ഷെ അത്
പല കുട്ടികളുടെയും മാനസികാരോഗ്യത്തെയും അവരുടെ കരുത്തിനെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും വലിയ റോളുണ്ട്. ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ കളറോ അയാളുടെ ഉയരമോ അയാളുടെ നിറമോ ഒന്നുമല്ല അല്ലേ. ഇപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു മനോധൈര്യമല്ലേ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മക്കളോട്, സ്വന്തം മക്കളോട് നിറത്തിൻ്റെ പേരിൽ കയർക്കുന്ന, കളിയാക്കുന്ന, മോശപ്പെട്ട പേര് പറയുന്ന രക്ഷിതാക്കളുണ്ട്. ഏയ് ഇത് മക്കൾ പറയാണ്, എൻ്റെ ഉപ്പ എന്നെ അങ്ങനെ വിളിച്ചു, അല്ലെങ്കിൽ ആ സാർ എന്നെ അങ്ങനെ വിളിച്ചു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ പറഞ്ഞു പോകും. പക്ഷെ ആ ഒരൊറ്റ വാക്ക് ആ കുട്ടിയുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും അതിൻ്റെ പർപ്പസുകൾ, അതിൻ്റെ നിർമ്മാണ പ്രക്രിയകൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ, അതല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതാണ്. ആ മൊബൈൽ ഫോണിൻ്റെ ഫുൾ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്കറിയാം, അതിലെ ഫെസിലിറ്റിയെക്കുറിച്ച് അറിയാം, അല്ലെ, അതിൻ്റെ വ്യത്യസ്ത ഉപയോഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തന്ന പ്രകൃതത്തിനെ കുറിച്ചോ ചിന്തകളെക്കുറിച്ചോ ഒരാൾക്കും മറ്റൊരാളുടെ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വാക്ക് ഒരു പക്ഷേ നമ്മളൊരു നല്ല കാര്യം വിചാരിച്ചുകൊണ്ട് പറയുന്നതാവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിയാക്കാൻ വിചാരിച്ചു, പക്ഷെ അത് എത്രത്തോളം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല. അപ്പം അതേ വാക്ക്, ഒരേ വാക്ക് കൊണ്ട് വളർത്താനും തളർത്താനും സാധിക്കുന്ന ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം അല്ലെ, എൻ്റെ വാക്കുകൾ കൊണ്ടോ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ ആത്മഹത്യ ചെയ്യുക, ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ സാധിക്കും നമുക്ക്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാവണം പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ് നമ്മളോട് പറഞ്ഞു വെച്ച ഒരു കാര്യം. സർ, ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ആത്മഹത്യകൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേൾക്കുക, ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച ഒരാൾ ഒരിക്കലും അതിനെക്കുറിച്ച് പറയില്ല എന്നൊക്കെ ഇരുന്ന് പറഞ്ഞത്. ഇപ്പോൾ മോഡേൺ സൈക്കോളജി പറഞ്ഞ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച ആളുകൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലൂടെ ചെറിയ ഇൻഡിക്കേഷൻസ്, സൂചനകളൊക്കെ നൽകുമെന്നുള്ളതാണ്. ആ ഒരു കാര്യം പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് കറക്റ്റാണ്. അവരുടെ വാക്കുകൾ മുഖേന അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൾ മുഖേന അത്തരത്തിലുള്ള ചില സിഗ്നൽസ് ഈ മക്കളുടെ ഭാഗത്തു നിന്ന് ഞാൻ മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ജീവിതം മടുത്തു, എനിക്ക് ജീവിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാവർക്കും എന്നെ വെറുപ്പാണ്, ഈ രൂപത്തിൽ നിഷേധാത്മകമായ മരണത്തിലേക്ക് ഈ കക്ഷി വഴുതിപ്പോകും എന്ന് പരാമർശിക്കുന്ന ചാറ്റിങ്ങുകൾ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് വളരെ ഇൻറ്റിമേറ്റായ ഫ്രണ്ട്സിനോ അധ്യാപകർക്കൊക്കെ ആ രൂപത്തിൽ ചാറ്റ് ചെയ്യുക, ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ചിലവർ എന്ത് ചെയ്യും, സെൽഫ് ഹാം ചെയ്യും, ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ കയറ് കൊണ്ടോ ഇത്തരത്തിലുള്ള ചെറിയ പരിശ്രമങ്ങൾ നടത്തും സൂചനയായിട്ട്. സത്യത്തിൽ അവർ മാനസികമായി തകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ നിരന്തരം ഹോണ്ട് ചെയ്യുന്ന ചിന്തയാണ് ആത്മഹത്യ എന്നുള്ളത്. ഇത്തരം കക്ഷികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു ഇമ്പൾസീവായ ഒരു വികാരം അങ്ങോട്ട് വരികയാണ്, ഒരു ചിന്ത വരികയാണ്, കുറച്ച് സമയമാണ് അത് നിൽക്കുക. അതായത് ഇനി രക്ഷയില്ല, ഇതിനേക്കാളും നല്ല എനിക്ക് ഇറിറ്റേറ്റഡ് ആവുന്നു, ആകെ ഞാൻ അസ്വസ്ഥമാവുന്നു, വിറക്കുന്നു, തളർന്നു പോകുന്നു. ഇപ്പോൾ ഭർത്താവ് എന്നെ കുറ്റപ്പെടുത്തി, ഭർത്താവ് ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്, തലോടിയിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനത്തെ നല്ല സ്നേഹിക്കുന്ന ഭർത്താവാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം പണിയെടുത്ത് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ പായ്യാരം തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പുരുഷന്മാർക്ക് എന്തുണ്ടാവും, ലെവല് തെറ്റും അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇതൊന്നും മിണ്ടാന്ന് അവിടെ അല്ലേ, ഏത് നേരം തന്നെ ഇങ്ങനെയുള്ള ഒരു കമൻറ്റ് മതി, അതോടുകൂടി അവൾ ഡൗണായി. പിന്നെ ഇവിടെ വരുന്ന വലിയൊരു വിഷയം എനിക്ക് തോന്നിയത്, കുട്ടികളുടെ പ്രായവും കല്യാണം കഴിച്ച ആളുടെ പ്രായവും തമ്മിലുള്ള അന്തരം. ഇപ്പോൾ ഒരു 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന ആൾ കുറച്ച് പക്വതയുള്ള ഒരു 28-29-30 റേഞ്ചിലാണെങ്കിൽ അവിടെ ഒരു വൈഡ് ഗ്യാപ്പ് വരുന്നുണ്ട്, ഒരു 10 വയസ്സിൻ്റെ ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടാളുടെയും മാനസികാവസ്ഥ വ്യത്യസ്തമായിരിക്കും. ഒരു 18-19 എന്നൊക്കെ പറഞ്ഞാൽ ഒരു റൊമാൻറ്റിക് മൂഡിലാവും കുട്ടികളുണ്ടാവുക. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്, റീൽസിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പൂതി വെച്ചിട്ടാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. പ്രണയം എന്ന് പറഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ
അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, ചില ദിവസങ്ങൾ ഓർത്തു വെക്കുക, അതുപോലെ ട്രിപ്പ് പോവുക, എത്ര തിരക്കിലാണെങ്കിലും ഭാര്യയുമായിട്ട് സല്ലപിക്കുക. എന്നാൽ സാമ്പത്തികമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു ഭർത്താവ് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ ശൃംഗരിക്കാനോ അല്ലെങ്കിൽ സൊറ പറയാനോ തമാശ പറയാനോ ഈവൻ സെക്സ്വൽ റിലേഷൻ പോലും അവിടെ നടക്കില്ല. കാരണം മാനസിക പിരിമുറുക്കത്തിലാണ് ഭർത്താവുള്ളത് അല്ലേ. ഇപ്പോൾ നാളെ എനിക്ക് ഒരു 50,000 രൂപ ഒരാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അയാൾ നിരന്തരം എന്നെ ഫോണിൽ വിളിക്കുകയാണ്. ഈ സമയത്ത് ഭാര്യ എന്നോട് പറയാണ്, എന്താ നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കാത്തത്, എന്നോട് എന്താണ് നല്ല സംസാരങ്ങൾ നടത്താത്തത്. അതായത് ഇയാളുടെ മൂടൊക്കെ അവിടെ ഖറാബാണ്. ഇയാൾ ചിന്തിക്കുന്നത് നാളത്തെ 50,000-ത്തെക്കുറിച്ചാണ്. എന്നാൽ പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ ഭാര്യമാരെന്ത് ചെയ്യും, ആ കടം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവരും ഇൻവോൾവ്ഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് നമുക്ക് ഇന്ന രൂപത്തിൽ ചെയ്യാം. ഇതാ ഒരു തോട്ട് പ്രോസസ്സിൽ പോലും ഇവർ പോകുന്നില്ല. രണ്ടും 2 പാരലൽ ലൈൻസായിട്ട് ജീവിക്കുകയാണ്. ഇവിടെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം റിയൽ ലൈഫ് എന്താണ്, ഫാൻറ്റസി ലൈഫ് എന്താണ്, ഇത് രണ്ടും വേർതിരിച്ചറിയാൻ അവർക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അതുപോലെ അക്കാദമിക് പ്രഷർ, അതൊരു വലിയ കാരണം. ഇപ്പോൾ നമ്മൾ എൻട്രൻസിന്, മെഡിക്കൽ എൻട്രൻസിനും എൻജിനീയറിങ് എൻട്രൻസിനും കുട്ടികളെ പറഞ്ഞേക്കുകയാണ്. വളരെ നിസ്സാരമായ പേഴ്സൻറ്റേജ് മാത്രമാണ് അവർക്ക് സീറ്റ് നഷ്ടപ്പെടാൻ അല്ലേ. ഇന്നത്തെ മെഡിക്കൽ എൻട്രൻസൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഈ അക്കാദമിക്കായ പ്രഷർ രക്ഷിതാക്കൾക്ക് കുട്ടികളെക്കാളും കൂടുതലാവും. കാരണം എൻ്റെ കുട്ടി ഒരു വലിയ പൊസിഷനിലെത്തണം, ഒരു വലിയ ഡോക്ടറാവണം, അല്ലെങ്കിൽ ഇന്ന IAS കരസ്ഥമാക്കണം എന്നുള്ള വലിയ താല്പര്യം ഈ ഉമ്മക്കുണ്ട് ഉപ്പക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ കുട്ടികളെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോച്ചിങ്ങിന് പോയി കിട്ടിയില്ല, സെക്കൻഡ് കോച്ചിങ്ങിനാണ് പിന്നെ റിപ്പീറ്റേഷനാണ് പോകുന്നത്. അപ്പോഴും കിട്ടാതെ വരുമ്പോൾ പാരൻസിൽ നിന്നുണ്ടാവുന്ന അക്കാദമിക് പ്രഷർ ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഹോസ്റ്റലിൽ ജീവിച്ച് പഠനം നടത്തുന്ന കുട്ടിയാണെങ്കിൽ ഹോസ്റ്റൽ ലൈഫിൽ അവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലേ. ഒരു കുട്ടി മിടുക്കിയായി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവളോട് അസൂയ കാണിക്കുന്ന വേറെ കുറേ കുട്ടികളുണ്ട്. അവരിവളെ ബുള്ളിങ് ചെയ്യുന്നു, കളിയാക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു. അവളെ ലോ ആക്കാൻ വേണ്ടിയിട്ട്, അവളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കാൻ വേണ്ടി പല ശ്രമങ്ങളും അവർ നടത്തും. അതുകൂടി ആ ക്രൈസിസ് കൂടി ആ കുട്ടിക്ക് അവിടെ മാനേജ് ചെയ്യണം. പാരൻസിൻ്റെത് അപ്പുറത്ത്. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞാലും സ്വാസ്ഥ്യം കൊടുക്കില്ല, പഠിക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രഷറൈസിങ്. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ കുട്ടി അത്ര പക്വതയെ കുട്ടിക്കുള്ളൂ, അത്ര ടോളറൻസേ കുട്ടിക്കുള്ളൂ. അപ്പോൾ കുട്ടി തീരുമാനിക്കുകയാണ് ഇതിനേക്കാളും നല്ലത് എന്താണ്, ആത്മഹത്യയാണ് അല്ലേ. മെഡിക്കൽ മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ എൻജിനീയർ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന വാപ്പ, അല്ലെങ്കിൽ എൻജിനീയർ ആവാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയെ മെഡിക്കലിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന വാപ്പ, രണ്ടും വൈരുദ്ധ്യമാണ്. വാപ്പയ്ക്ക് എത്രയായിട്ട് മനസ്സിലായില്ല, വാപ്പ ഒരു ഡോക്ടറാണ്. അപ്പോൾ വാപ്പയ്ക്ക് എന്ത് വേണം, ഞാൻ അവിടുന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു പിന്തുടർച്ചക്കാരിയായി അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരനായിട്ട് എൻ്റെ മകൻ വരണം. അപ്പോൾ മകന് ആ വിഷയത്തിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല, അഭിരുചിയില്ല. ഇത് മനസ്സിലാക്കാനുള്ള വിശേഷ ബുദ്ധി പോലും ഉപ്പാക്കില്ല. അപ്പോൾ അവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് രൂപം കൊള്ളുന്നു. അപ്പോൾ വാപ്പയ്ക്ക് ഞാനൊരു ഡോക്ടറായിട്ടേ അടങ്ങൂ. അപ്പോൾ ഈ എന്ത് പറഞ്ഞാലും വാപ്പയ്ക്ക് മനസ്സിലാവില്ല. സ്വാഭാവികമായിട്ട് പിന്നെ അവൻ ചിന്തിക്കുകയാണ് ഇതിനേക്കാളും നല്ലത് ആ കെട്ടിടത്ത് നിന്ന് ഞാൻ ചാടി മരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്. നമ്മളതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ആത്മഹത്യ എന്നുള്ളൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന കാര്യമൊന്നുമില്ല. ഒരുപാട് ദിവസങ്ങളുടെ പ്രഷർ ആ കുട്ടി അനുഭവിച്ച് അവസാനം കുട്ടി ഒരിക്കലും തനിക്ക് സ്വയം അത് പരിഹരിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ ഇതിനേക്കാളും നല്ലത് സ്വന്തം ജീവൻ ഒടുക്കുന്നതാണ് എന്ന് അവനങ്ങ് തീരുമാനിക്കും. അതുപോലെ ഇപ്പോഴത്തെ ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തെന്ന റീസണുകളിൽ ചിലതെങ്കിലും ഓൺലൈൻ മീഡിയകൾ അല്ലെങ്കിൽ ഗെയിം അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറില്ലേ? തീർച്ചയായും. ഗെയിം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗെയിം ഡിസൈൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിൻ്റെ പിന്നിലുള്ളത് കച്ചവട താല്പര്യമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു വിഷയമാണ്, നമ്മുടെ ഇന്ത്യ ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സ് ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയിലേക്കാണ് പല ആളുകളുടെയും കണ്ണ്. കാരണം ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഏറ്റവും പെർഫെക്റ്റായി നല്ല അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കോമ്പീറ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് വളരെ കോൺഫിഡൻഷ്യലായി നടത്തിയൊരു ടോക്ക്. അപ്പോൾ ഈ ടോക്ക് അദ്ദേഹം നടത്തുന്ന സമയത്ത് ആളുകളിങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി അല്ലേ
അതിനെ നിരീക്ഷിക്കുകയാണ്, കാണുകയാണ്. അപ്പോൾ ഇന്ത്യ വളരുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും ടോപ്പിലെത്തുന്നു എന്ന് കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക, ഇന്ത്യ എന്നുള്ള രാജ്യത്തോട് അസൂയ ഉണ്ടാവും. ഈ അസൂയ ജനിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, അതെങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? അപ്പോൾ അവർ കോൺസ്പിറസി ഉണ്ടാക്കുകയാണ്, അവർ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യുവാക്കളെ യുവതികളെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും മാനസികമായിട്ട്? അതിനുള്ള ഏറ്റവും നല്ല വെപ്പണാണ് ഒന്ന് ഡ്രഗ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പോലെയുള്ള ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ലേണിങ്ങിൽ പഠിക്കുന്ന കുട്ടികളെയാണ് MDMA ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത്. അവരാണത് കൺസ്യൂം ചെയ്യുന്നത്, അവരെയാണ് ഇതിൻ്റെ കാരിയേഴ്സ് വല വീശുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. പിന്നെ അത് മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിൽ ഡോക്ടേഴ്സ് പോലും ഉപയോഗിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. എന്തുകൊണ്ട്? അവർ ഫ്രസ്ട്രേറ്റഡാണ്, അവർ പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നമുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് സൂയിസൈഡ് തിങ്കിങ്. കാരണം അവർക്ക് ചിലപ്പോൾ സ്വയം കൺട്രോൾ നഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഗെയിം എന്ന് പറഞ്ഞാൽ ഗെയിം വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് അക്രമവാസനയെ പ്രൊമോട്ട് ചെയ്യുന്ന ഗെയിമുകൾ ഒരുപാടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ആ ക്രൈം ത്രില്ലർ മൂവീസ്, ക്രൈം ത്രില്ലർ ഗെയിംസ് ഇത് കാണുമ്പോൾ അവരുടെ അഡ്വഞ്ചറസ് പാറ്റേൺ ഉണരും. അപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് നിരന്തരം കാണുമ്പോൾ ഭീകരമായ ചിത്രങ്ങളും ഭീകരമായ ഇത്തരം ഗെയിംസും നിരന്തരം കാണുമ്പോൾ കുട്ടിയുടെ മനസ്സ് അതിലേക്ക് താതാത്മ്യം പ്രാപിക്കും, അസിമിലേറ്റ് ചെയ്യും. പിന്നെ അവർ ചെയ്യുന്നത് ശരിയാണെന്ന് അവരുടെ മനസ്സ് അവരോട് പറയും. അതാണ് ഈ റാഗിങ്ങിൽ പോലും വളരെ ക്രൂരമായിട്ട് റാഗ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അവർ ചെയ്യുന്നതിൻ്റെ തീവ്രത, അതിൻ്റെ വലിപ്പം, കാഠിന്യം അവർക്ക് മനസ്സിലാവുന്നില്ല. അതല്ല അവർ ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർ രോഗാവസ്ഥയിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുറേ രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ രോഗികളുടെ എണ്ണം ദിനേന വർദ്ധിക്കുകയാണ്. ഇവിടെ ഇത് പറയുമ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾ ആ രോഗത്തിനെ കുറിച്ച് പറഞ്ഞു, മെൻ്റൽ ആയിട്ട് മാനസികമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ സമൂഹം ഇന്നും ആ ചികിത്സാ രംഗത്ത് പിന്നിലല്ലേ? ഇല്ല, ഇപ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് ഇപ്പോൾ നിങ്ങൾ തന്നെ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കൗൺസിലിങ്ങിലേക്ക് വരാൻ ആളുകൾ മടിക്കുന്നു അല്ലേ? അവർക്ക് അവരുടെ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ ഒരു കൗൺസിലറെ കൊണ്ട് സാധിക്കും. ശരി, കൗൺസിലർ അതിന് പ്രധാന കാരണം സാർ എന്താ അറിയോ, ഒരു കൗൺസിലറുടെ അടുത്ത് ഞാൻ പോവുകയാണെങ്കിൽ അതെന്തോ ഒരു ഇൻ്റർനാഷണൽ ക്രൈമായിട്ട് കാണുകയാണ്. അല്ലെങ്കിൽ ഒരു മാനസിക രോഗത്തിന് മാത്രമാണ് അവിടെ പോകുന്നത്. മാനസിക രോഗത്തിന് പോകുന്നില്ല എന്നല്ല, ലഘു മാനസിക രോഗങ്ങൾ, തീവ്ര മാനസിക രോഗങ്ങൾ, ഒന്ന് സൈക്കോസിസാണ്, ഒന്ന് ന്യൂറോസിസാണ്. തീവ്ര മാനസിക രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് മെഡിക്കലായിട്ട് തന്നെ നടത്തണം, മരുന്ന് വേണം. അത് അലോപ്പതിയിലുണ്ട്, ഹോമിയോയിലുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. അപ്പോൾ ഓരോ വേ ആണ് ഓരോരുത്തർ ഇഷ്ടപ്പെടുക. അപ്പോൾ അഡ്മിറ്റ് ചെയ്ത് ഇപ്പോൾ കുതിരവട്ടം മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന സിവിയർ കേസുകളുണ്ട്. അവിടെ അത് രോഗമാണ്, ഡ്രഗ് അഡിക്ഷൻ രോഗമാണ്. ആ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അത് 2 ഓയിൻമെൻറ്റ് തേച്ചുകൊണ്ട് മാറില്ല. അത് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വേണം. ആത്മഹത്യാ പ്രവണത എന്നുള്ളത് രോഗമാണ്. ആ രോഗത്തിന് കണ്ടിന്യൂസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണം. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ പൊടിക്കായി ചെയ്തിട്ട് കാര്യമല്ല. ഇതാദ്യം അവയർനെസ് ഉണ്ടാവേണ്ടത് രക്ഷിതാക്കൾക്കാണ്. പിന്നെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു ലക്ഷണം കുട്ടി എപ്പോഴെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കും. അപ്പോൾ അത് മുഖവിലൊക്കെ എടുക്കണം. അപ്പോൾ അധ്യാപകരുമായിട്ട് നല്ല ബന്ധമാണ്, അധ്യാപകർക്ക് ഇത് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് രക്ഷിതാവ് പറഞ്ഞിട്ട് കുട്ടി പോരുന്നില്ല. അപ്പോൾ ഒരു ലേഡി ടീച്ചർ ആ പയ്യനെയുമായിട്ട് വരികയാണ്. ടൂറിലാണ് അത്തരത്തിലുള്ള ഒരു ഇവൻ്റ് ഉണ്ടാകുന്നത്. സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോൾ ഇവന് വയലൻ്റ് ആവുന്ന ഒരു രംഗം ഉണ്ടാവുകയാണ്. അപ്പോൾ ടീച്ചർക്ക് അതിലെന്തോ പന്തികേട് തോന്നി. അങ്ങനെ രക്ഷിതാവിനെ അറിയിച്ചപ്പോൾ രക്ഷിതാവ് കൗൺസിലിങ്ങിന് വേണ്ടി കുട്ടിയെ വിളിച്ചു. പക്ഷെ കുട്ടി പോരാൻ തയ്യാറായില്ല. ടീച്ചർ പോരുകയാണെങ്കിൽ ഞാൻ പോരാ പറഞ്ഞു. എന്നിട്ട് ആ കൗൺസിലിങ്ങിന് വൈകുന്നേരം ആ അധ്യാപികയുടെ കൂടെയാണ് വന്നത്. അപ്പോൾ അധ്യാപികമാർക്ക് ഇത് മനസ്സിലാവും. ഞാനും നിങ്ങളൊക്കെ ടീച്ചേഴ്സാണ്, നമ്മൾക്ക് നമ്മുടെ കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം. പക്ഷെ അതിനോട് രക്ഷിതാക്കൾ സഹകരിക്കുന്നില്ല. നമ്മൾ വിഷയങ്ങൾ പറയുമ്പോൾ രക്ഷിതാക്കൾ എന്താ പറയുന്നത്, അതത്ര പ്രശ്നമൊന്നും അല്ലല്ലോ, അതങ്ങനൊന്നുമില്ലല്ലോ.
കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ? ഒരു കുട്ടി മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, സൂയിസൈഡ് തോട്ട്സ് ഉണ്ടാവുമ്പോൾ കുട്ടിക്ക് പിന്നെ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് റിട്ടേൺ ആയ ക്യൂസും അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസിൽ മാറ്റങ്ങളുണ്ടാവും. ശാരീരികമായിട്ട് ഡ്രസ് കോഡൊന്നും ശ്രദ്ധിക്കൂല. അതുപോലെ തന്നെ പിന്നെ അവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങളുണ്ടാകും. സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ സെക്ലൂഡഡ് ലൈഫ്, പ്രോഗ്രാമിന്, കല്യാണത്തിന്, പാർട്ടിക്ക്, സൽക്കാരത്തിനൊന്നും വരില്ല, ഒക്കെ മാറി നിൽക്കും, ഇൻട്രോവേർട്ടായിട്ട് മാറും. അതുപോലെ തന്നെ ഉറക്കം നഷ്ടപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ളത്. കുട്ടികളുടെ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് പോകും. ഉറക്കം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മളെ കുട്ടികൾ മര്യാദക്ക് ഉറങ്ങുന്നില്ല. പ്രത്യേകിച്ച് ഗെയിമിന് അഡിക്റ്റഡ് ആയ കുട്ടികളൊക്കെ രാത്രി വാതിലടച്ചിട്ട് ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇത് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അബ്നോർമൽ ആവും. ഈ അബ്നോർമൽസാണ് പിന്നെ അവരെ ആത്മഹത്യയിലേക്കൊക്കെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാരണങ്ങളും പിന്നെ അതിൻ്റെ സാധ്യത എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ആൻഡ് ഫൈനലി ഹൗ വി ക്യാൻ കൺക്ലൂഡ് ദിസ് വൺ. കൺക്ലൂഡ് ചെയ്യാനുള്ളത് പരിഹാരത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പണ്ട് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ രക്ഷിതാവും കുട്ടിയും ഒക്കെ തമ്മിൽ നല്ല ഒരു വൈകാരിക ബന്ധം ഉണ്ടായിരുന്നു. ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കാനും അത് പരിഹരിക്കാനും കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് അണുകുടുംബത്തിലേക്ക് നമ്മൾ മാറി. അതുകൊണ്ട് തന്നെ ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഭാര്യ ജോലിക്ക് പോകുന്നു. കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എന്ത്, അക്കാഡമിക് പ്രഷർ എന്ത്, കുട്ടി നേരിടുന്ന ഇൻസൾട്ട് എന്ത്, കുട്ടിയുടെ മാനസികാവശ്യങ്ങൾ എന്ത്, വൈകാരിക പ്രശ്നങ്ങൾ എന്ത്, ഇത് ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് അത് കിട്ടുക എന്നുള്ളതാണ് ഒരു പരിഹാരം. 2, ഉപ്പ ഉമ്മ ഈ മക്കളുമായിട്ട് ഒന്നിച്ചിരിക്കണം മിനിമം ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും. എന്നിട്ട് കുട്ടികളുടെ ഗ്രീവൻസസ്, കുട്ടികൾക്ക് പറയാനുള്ള അപരാധികൾ, അവരുടെ പ്രശ്നങ്ങൾ ഒരു തുറന്ന മനസ്സോടുകൂടി കേൾക്കുക. ബയാസ് ഒഴിവാക്കുക, മുൻധാരണ ഒഴിവാക്കുക, കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. നമ്മൾ സപ്പോർട്ടീവായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും കുട്ടികൾ പറയും. അതുപോലെ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ചുരുങ്ങിയ പക്ഷം ഉമ്മക്കറിയണം. വാപ്പ ജോലിയും തിരക്കും ഒക്കെ ആണെങ്കിലും ആ കമ്മ്യൂണിക്കേഷൻ, മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവണം. 3-മത്തേത് ടീച്ചറുമായിട്ടുള്ള ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയെ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നതും അറിയുന്നതും അധ്യാപകനാണ്. അപ്പോൾ ആ അധ്യാപകരുമായിട്ടുള്ള ഒരു നല്ല ബന്ധം നമ്മൾ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അധ്യാപകർ പറഞ്ഞു തരും. അപ്പോൾ അത് മുഖവിലക്ക് എടുക്കണം. എൻ്റെ കുട്ടി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, എൻ്റെ കുട്ടിയെക്കുറിച്ച് പറയുന്നത്. അത് ചില രക്ഷിതാക്കളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ സ്വന്തം കുട്ടി അങ്ങോട്ട് ടോപ്പിലെത്തിച്ചിട്ടുണ്ടാവും. നല്ല കുട്ടിയാണ്, ഒരു കുഴപ്പമില്ല, പക്ഷെ ആ കുട്ടി തെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പരിഹാരമാണ്. ധാർമ്മികമായ മൂല്യത്തോട് കൂടിയിട്ട് അവരെ. പിന്നെ നമ്മൾ മതപരമായ കർമ്മങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ ദിക്റുകൾ, പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പാരായണം, ഇതൊക്കെ ഹൈ പവർഫുള്ളാണ്. ഈ ദിക്റുകളെ കുറിച്ച് പറയുമ്പോഴേ വളരെ പ്രഭാതത്തിലൊക്കെയുള്ള പ്രാർത്ഥനകൾ നമുക്കറിയാം. ജമീൽ എന്ന് പറഞ്ഞ ഒരു ആപ്പ് നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഒരു ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അറിവിന്റെ കാര്യത്തിൽ. അല്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ പ്രാർത്ഥന ചൊല്ലിയാൽ മതി അല്ലേ? നമ്മൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നല്ലല്ലോ. പ്രശ്നങ്ങൾ വ്യത്യസ്ത ഘട്ടത്തിൽ വരുമ്പോൾ അതെങ്ങനെ നേരിടണം എന്ന കൃത്യമായ ഗൈഡൻസ് നൽകുന്ന പ്രാർത്ഥനകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂനുസ് നബി അലൈഹി ഇസ്ലാം മത്സ്യം വിഴുങ്ങിയ ഘട്ടത്തിൽ ചൊല്ലിയ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലാ അൻത അല്ലേ? ഒന്ന് ഏകദൈവാരാധനയാണത്, അള്ളാഹുവെ ഏകനാക്കുക. സുബ്ഹാനക്, അള്ളാഹു നീ എത്ര പരിശുദ്ധൻ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ, അതായത് പിന്നെ സെൽഫ് അക്നോളജ്മെൻ്റ് ആണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അത് വലിയൊരു പരിഹാരമാണ്. നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹ് ഗഫാറാണ്, അള്ളാഹു പാപങ്ങൾ അങ്ങേയറ്റം പൊറുക്കുന്ന കാരുണ്യവാനാണ്. ആ ഒരു ഫീല് നമുക്കുണ്ടായിട്ട് മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് സൊല്യൂഷനല്ല, അത് ഒരിക്കലും പെർമനൻ്റ് സൊല്യൂഷനല്ല. തുറന്ന് മക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള രക്ഷിതാവിൻ്റെ ഡ്യൂട്ടി. രക്ഷിതാക്കൾ ചിലപ്പോൾ ചിന്തിക്കണം എന്താ അറിയോ, അതൊക്കെ കുട്ടിക്ക് അറിയില്ലേ, എന്തിനപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും, ഒന്നും അറിയില്ല കുട്ടിക്ക്.
വളരെ സ്നേഹത്തോടു കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതായിരിക്കും ഏറ്റവും വലിയ പരിഹാരം. അൽഹംദുലില്ലാ, നല്ലൊരു ചർച്ച, നല്ല ഒരുപാട് വിഷയങ്ങൾ, നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ. അള്ളാഹു കൂടുതൽ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കാനുള്ള ആഫിയത്തും തൗഫീക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ മക്കളിൽ ഖൈറും ബർക്കത്തും അള്ളാഹു നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിൻ്റെ എല്ലാ പുണ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം അള്ളാഹു നമുക്കൊക്കെ ഒരുക്കി തരുമാറാവട്ടെ. ആരാധനാകാര്യങ്ങളിലും പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ മുഴുകുക. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.